ആവർത്തന പുസ്തകം അധ്യായം 30. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളെല്ലാം നിന്റെ മേൽ നിവൃത്തിയായിട്ട് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള ജാതികളുടെ ഇടയിൽ വച്ച് നീ അവ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ കർത്താവ് സന്നിധിയിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയെല്ലാം അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സ്ഥിതി വ്യത്യസ്തമാക്കുകയും നിന്നോട് ദയ തോന്നി നിങ്കലേക്ക് തിരികെയും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നിന്റെ ജനം ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ കർത്താവ് അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശപ്പെടുത്തും. അവൻ നിനക്ക് നന്മ ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ സമൃദ്ധമാക്കും. നീ ജീവിച്ചിരിക്കുവാൻ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഈ ശാപങ്ങളെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ വെറുത്ത് ഉപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും. നീ മനം തിരിഞ്ഞ് കർത്തൃവചനം കേട്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടക്കുകയും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗസമ്പത്തിലും കൃഷിയുടെ വരവിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരികെയും ചെയ്ത കർത്താവ് നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നതുപോലെ നിന്നിലും ഗുണത്തിനായി വീണ്ടും പ്രസാദിക്കും. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, അന്യവുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കുവാനായി ആര് സ്വർഗത്തിൽ കയറി അത് കൊണ്ടുവന്നു തരും എന്ന് പറയത്തക്ക വിധത്തിൽ അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആരും സമുദ്രം കടന്ന് കൊണ്ടുവന്നു തരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിനക്കരെയുമല്ല. നീ അനുസരിപ്പാനായി വചനം നിനക്ക് ഏറ്റവും സമീപം, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഇതാ ഞാൻ ഇന്ന് ജീവനും നന്മകളും മരണവും തിന്മയും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എങ്ങനെ എന്നാൽ നീ ജീവിച്ചിരുന്ന് വർദ്ധിക്കുകയും നീ കൈവശമാക്കുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവാനായി നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിപ്പാനും അവൻ്റെ വഴികളിൽ നടപ്പാനും അവൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധികളും പാലിക്കുവാനും ഞാൻ ഇന്ന് നിനക്ക് നിർദ്ദേശം തരുന്നു. എന്നാൽ നീ അനുസരിക്കാതെ നിന്റെ ഹൃദയം തിരിഞ്ഞ് നീ വശീകരിക്കപ്പെട്ട് അന്യദേവന്മാരെ ആരാധിച്ച് സേവിച്ചാൽ നീ യോർദാൻ കടന്ന് കൈവശപ്പെടുത്തുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കാതെ നിശ്ചയമായും നശിച്ചു പോകും എന്ന് ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി നിർത്തുന്നു. നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് കർത്താവ് നിന്റെ പിതാക്കന്മാരായ അബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്ത് നീ വസിക്കത്തക്കവണ്ണം നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് യോജിച്ചിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതിലാണല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.